ഇതിൻ്റെ അടുത്തൊരു കാറ്റഗറി ഈസ് ക്ലാസിഫിക്കേഷൻ. നമ്മളൊരു ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്തു, ബൈനോമിയൽ നോമൻക്ലേച്ചർ വഴി നമ്മൾ എന്ത് ചെയ്തു, അതിനെ നെയിം ചെയ്തു. ഇനിയുള്ള ഒരു ദിസ് ഇസ് ക്ലാസിഫിക്കേഷൻ. അതായത് നമുക്കിപ്പം നമ്മൾ പറഞ്ഞു ഒരു 1.8 മില്യൺസോളം ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ലിവിങ് ഓർഗാനിസം ഈ വേൾഡിലുണ്ടെന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഇവരെ ഗ്രൂപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആക്കി അതിനകത്തുള്ള ഇവരുടെ യൂണിക് ഫീച്ചർ എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഇറ്റ്സ് എസ് ഗ്രൂപ്പിംഗ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലേക്ക് ഈ ഓർഗാനിസത്തെ മാറ്റി ഇത് കുറച്ചുകൂടി സ്റ്റഡി ചെയ്യാൻ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 3 സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇസ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ 1-2 പുറമേ കാണാവുന്ന അല്ലെങ്കിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിളാണ് അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ ക്ലാസിഫൈഡ് ടോട്ടൽ പ്ലാന്റ് കിങ്ഡം ഇൻടു 3: herbs, shrubs and trees. ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ട്രീ. ഒറ്റൊരു മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് മൊത്തം പ്ലാന്റ് കിങ്ഡത്തെ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തു. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ artificial classification. Another example for artificial classification is Carl Linnaeus's classification ആണ്. Carl Linnaeus ക്ലാസിഫൈ ചെയ്തത് 2 ഫീച്ചേഴ്സ്, കാർപ്പൽ ആൻഡ് സ്റ്റെയ്മൻ. ഈ കാർപ്പലിനെയും സ്റ്റെയ്മൻ്റെയും ഈ ഒറ്റ മോർഫോളജിക്കൽ ഫീച്ചർ വെച്ചിട്ടാണ് പുള്ളി പ്ലാന്റ് കിങ്ഡത്തെ ഒരു 24 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഒറ്റ ഫീച്ചർ വെച്ചിട്ടാണ്. അതുകൊണ്ട് ദിസ് ഇസ് ഓൾസോ കംസ് അണ്ടർ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ആൻഡ് തേർഡ് ഇസ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ മോർ ആൻഡ് മോർ features are being used for categorizing plant and living organism. ഇതിനകത്ത് ബെന്തം ആൻഡ് ഹുക്കർ ആണ് ഇതിനൊരു എക്സാമ്പിൾ. ബെന്തം ആൻഡ് ഹുക്കർ. ബെന്തം ആൻഡ് ഹുക്കർ ക്ലാസിഫൈ അവർ കുറേ അധികം ഫീച്ചേഴ്സ് എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ classification കൊണ്ടുവന്നത്. And last one is phylogenetic classification. Phylogenetic system of classification, evolutionary relationship is used. എവല്യൂഷണറി റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ എച്ച്ലർ ആൻഡ് ഹച്ചിങ്ടൺ. അവരുടെ ക്ലാസിഫിക്കേഷനാണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കാറ്റലോഗിങ് ആനിമൽസ്. അപ്പോൾ സിസ്റ്റമാറ്റിക്സിൽ നമുക്ക് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ, അനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് ഇസ് നോമൻക്ലേച്ചർ, അവർക്ക് പേരിടുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. പ്ലാന്റ്സ് ഫോളോ ചെയ്യുന്നത് IUBN-ഉം ആനിമൽസ് പ്ലാൻ ചെയ്യുന്നത് IUEZN കോഡുമാണ്. ദെൻ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്: ആർട്ടിഫിഷ്യൽ, നാച്ചുറൽ ആൻഡ് ഫൈലോജനറ്റിക്. ആർട്ടിഫിഷ്യലിൽ നമുക്ക് എക്സാമ്പിളായിട്ട് അരിസ്റ്റോട്ടലിൻ്റെ പ്ലാന്റ്സ്, ഷ്രബിൻ്റെ പ്ലാന്റ് കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തതും കാർൽ ലിനാസ് ക്ലാസിഫൈഡ് ദ പ്ലാന്റ് കിങ്ഡം ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് കാർപ്പിൾസ് ആൻഡ് സ്റ്റെയ്മൻ. നാച്ചുറൽ സിസ്റ്റം എന്ന് വെച്ചാൽ അധികം ഫീച്ചേഴ്സ്, മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും യൂസ് ചെയ്യുന്നതിനാണ് നാച്ചുറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ബെന്തം ആൻഡ് ഹുക്കർ ആണ്. ആൻഡ് ഇവർക്കൊരു ബുക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ജനേറ പ്ലാന്റേറിയം. ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ evolutionary relationship. Okay, thank you.